കോഴിക്കോടിനും കേരളത്തിനും നന്ദി പറഞ്ഞ് ഷോക്ക് ഐസ ഗോകർണത്തേക്ക് യാത്രയായി. വഴിതെറ്റി കോഴിക്കോടെത്തി കുടുങ്ങിയ ഫ്രഞ്ച് പൗരൻ ഷോക്ക് ഐസ മന്ത്രി പി.എ. മുഹമ്മദ് റിയാസിന്റെ ഇടപെടലിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് ഗോകർണത്തേക്ക് മടങ്ങിയത്. സന്നദ്ധ പ്രവർത്തകരുടെയും സർക്കാർ വകുപ്പുകളുടെയും സഹായകരങ്ങളാൽ ചികിത്സയിലായിരുന്നു കുറച്ചുനാൾ. ഹൃദയ സംബന്ധമായ അസുഖമായിരുന്നു. ഗോവയിൽ കുടുംബത്തിനൊപ്പം എത്തിയ ശേഷം കൂട്ടം തെറ്റിയാണ് ഷോക്ക് ഐസ കോഴിക്കോട് എത്തിപ്പെട്ടത്. അലഞ്ഞു നടന്ന ഇയാളെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഗോകർണത്തേക്ക് ഇന്നലെ വൈകിട്ടുള്ള ട്രെയിനിൽ ഷോക്ക് യാത്രയായിരിക്കുകയാണ്. അദ്ദേഹത്തിനൊപ്പമുള്ള നിമിഷങ്ങൾ പങ്കുവെച്ച് മനുഷ്യാവകാശ പ്രവർത്തകൻ നൌഷാദ് തെക്കയിൽ സംസാരിക്കുന്നു. ഫ്രാൻസിൽ നിന്ന് എത്തിയ ചുവാഗ് എസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ CS സെൻ്ററിലെ വളണ്ടിയർ ഗഫൂർ എന്നെ വിളിച്ചു പറയുകയും മെഡിക്കൽ കോളേജിലുണ്ട് എന്ന് പറയുകയും അതനുസരിച്ചാണ് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകുന്നത്. അപ്പോൾ വളരെ അവശ നിലയിൽ 1-ാം വാർഡിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇംഗ്ലീഷും മറ്റു നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാൻ അദ്ദേഹത്തിന് സാധിക്കാത്തത് കൊണ്ട് പ്രൊവിഡൻസ് കോളേജിലെ ഫ്രഞ്ച് ഭാഷാ അധ്യാപകൻ എഫി സാറിനെയും അതേപോലെ തന്നെ അവിടുത്തെ വിദ്യാർത്ഥിനിയായ NCC കേഡറ്റായ ദിയ അഷ്റഫ് തുടങ്ങിയ ആളുകളുടെ സഹായം ഞങ്ങൾ തേടുകയും അവർ വന്ന് ഇദ്ദേഹവുമായി സംസാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അദ്ദേഹം ഫാമിലിയോടുകൂടി ഇന്ത്യയിൽ വന്നതും ഗോകർണത്തേക്ക് പോയതും തിരിച്ച് ഫാമിലിയെ തിരിച്ചയച്ച് ട്രെയിനിൽ ഉറങ്ങിപ്പോയത് കൊണ്ടാണ് കേരളത്തിലേക്ക് എത്തിയതും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംരക്ഷണം ഞങ്ങൾ ഏറ്റെടുക്കുകയും അദ്ദേഹത്തിന് ആവശ്യമായ സഹായങ്ങളൊക്കെ ചെയ്യുകയും അതുപോലെ തന്നെ 2 എംബസികളിലും അതുപോലെ നമ്മുടെ മുഖ്യമന്ത്രിയെയും വിദേശകാര്യ സഹമന്ത്രിയെയും ഒക്കെ അറിയിക്കുകയും അതുപോലെ അദ്ദേഹത്തിന് ചികിത്സാ കാര്യങ്ങൾ അതേപോലെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമനുസരിച്ച് ഗോകർണത്തേക്ക് പോകണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിനുള്ള ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ഉണ്ടായത്. അദ്ദേഹം വളരെ ക്ഷീണിതനായ വന്ന അദ്ദേഹത്തെ എല്ലാ ആളുകളുടെയും സഹായത്തോടെ അതേപോലെ DTPCയുടെ ആളുകൾ അങ്ങനെ എല്ലാവരുടെയും സഹായത്തോടു കൂടെ പരിചരിച്ച് അദ്ദേഹത്തിന് വേണ്ട മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ടൂറിസം മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് ഇടപെട്ടിരുന്നു. അതുപോലെ കലക്ടർ ഇടപെട്ടിരുന്നു. അതുപോലെ മെഡിക്കൽ കോളേജ് CI ഇടപെട്ടിരുന്നു. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും നമ്മൾ വിവരം അറിയിച്ചതിന് ശേഷം ടൂറിസ്റ്റുകളെ കൈകാര്യം ചെയ്യുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏജൻസികളുടെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ടൂറിസം വകുപ്പ് ജോയിൻറ്റ് ഡയറക്ടർ ഗിരീഷ്, അതുപോലെ തന്നെ ഡെപ്യൂട്ടി ഡയറക്ടർ, നമുക്ക് ഇഷ്ടപ്പെട്ട അതായത് DTPCയുടെ സെക്രട്ടറി, അപ്പോൾ അവരൊക്കെ നല്ല വിവരം അറിഞ്ഞതിന് ശേഷം കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കൊക്കെ സന്തോഷകരമാണ്. പിന്നെ അദ്ദേഹത്തെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് പുറത്തറിയിക്കാൻ സാധിച്ചത് പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ സഹായം മൂലം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ആവശ്യമായ സഹായം ചെയ്യാനും പറ്റിയത്. അദ്ദേഹം ഫ്രാൻസിലേക്ക് പോകാനുള്ള ഞങ്ങളുടെ റിക്വസ്റ്റ് അദ്ദേഹത്തിന് സൗകര്യം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് നിരസിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അദ്ദേഹം വളരെ വേദനയോടുകൂടി അദ്ദേഹം പറഞ്ഞത്, ഞാൻ എത്രയോ തവണ ഈ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, എനിക്ക് ഇവിടുത്തെ ആളുകളെയും എല്ലാവരെയും ഇഷ്ടമാണ്, പക്ഷേ ഇനി എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസുഖം ലേശം ഗുരുതരമാണ് എന്ന് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയും, എനിക്ക് അവസാനമായിട്ടുള്ള ഒരു പ്രാവശ്യം കൂടി എനിക്ക് ഗോകർണത്ത് പോയിട്ട് എനിക്ക് മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞിട്ട് വേണം നാട്ടിലേക്ക് പോകാൻ, അതിനുള്ള സാഹചര്യം ഒരുക്കി തരണം എന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് DTPCയും അനുബന്ധ ഉദ്യോഗസ്ഥരും ഇത്തരത്തിൽ അദ്ദേഹത്തെ ഗോകർണത്തേക്ക് തന്നെ തിരിച്ചയക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചത്.